السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا യാ ദാഫിയൽ ബലിയാത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 എന്ന് പറയുന്നത് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്, പുണ്യം നിറഞ്ഞതാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളും ടൈമുകളുമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മജ്ലിസിൽ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ഇരിക്കുക. ഒരുപാട് ആളുകൾ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടമുള്ളവര്, അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, ജോലിയില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ നാം ചൊല്ലേണ്ട ചില ദിക്റുകളും ചില സലാത്തുകളുമാണ് നമ്മൾ ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഒരുപാട് മഹാന്മാരുടെ പേരിൽ കുറച്ച് ഫാത്തിഹയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ശിഫ കിട്ടിയ, ഒരുപാട് ഫായിദ ലഭിച്ച തവസ്സുൽ ബൈത്ത് ചൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ എല്ലാവരും നമ്മളെ മജ്ലിസിൽ ഇരിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سائر الأنبياء والعلماء والشهداء والزهداء والصديقين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم.
മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കയ്യിലേക്ക് മന്ത്രിച്ചൂതി ശരീരം മുഴുവനും ഒന്ന് തടവി നോക്ക്. ഒരുപാട് ശിഫ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഫാത്തിഹ സൂറത്താണ് നമ്മൾ ഓതിയിട്ടുള്ളത്. സർവ്വ രോഗങ്ങളും ശിഫയാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, വഹാലായ ഖത്ബുത്തുല്ലാലം സിയം വലില്ലാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ വേദനകളും വിഷമങ്ങളും മാറ്റളേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ശിഫ കിട്ടിയ തവസ്സുൽ ബൈത്താണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, അറിയുന്ന ആളുകളൊക്കെ കൂടെ ചെല്ലുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടമ്പീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബന ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലും നബി തങ്ങളെ ബറക്കത്തിനാൽ സുഖം നൽകണേ യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ, നൽകും കരങ്ങൾ വലതതിൽ, നബി തങ്ങളാൽ തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുടികൊത്ത പാലം സിറാത്തിലെ ഇടിമിന്നലറിയും നിലയിലെ കടക്കും ജനങ്ങളിലാവുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹത്തിനാൽ വാലഞ്ഞിടും ജനം തൊണ്ട വറ്റി വരണ്ടിടും, തിരുകൗസർ നേരം നൽകുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ല് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ ചൊല്ലിയ തവസ്സുൽ ബൈത്ത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങളെ ചൊല്ലിയ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ റഹ്മാനേ. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്. ആ കടങ്ങളൊക്കെ നീ ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് വീട്ടി കൊടുക്കണേ അല്ലാഹ്. വീട് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പെരുന്നാൾ നിസ്കരിക്കണമെന്നും അതുപോലെ തന്നെ ബലിയർക്കണമെന്നും ഖുർആനിലൂടെ മുത്തുനബിയോട് ആഹ്വാനം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ആ സൂറത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഒട്ടനവധി മഹത്വങ്ങൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, കടങ്ങൾ വീടും. എന്തുകൊണ്ടും ദുൽഖഅദ് മാസത്തിൽ ചൊല്ലാൻ അർഹതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ സൂറത്തുൽ കൗസറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, നല്ല ലാഭം നൽകണേ അല്ലാ, ശമ്പളത്തിൽ വർധനവ് നൽകണേ അല്ലാ, സാമ്പത്തികമായ പുരോഗമനം നൽകണേ അല്ലാ, ആഖിറ വിജയം നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സൂറത്തുൽ കൗസറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. ഏറ്റെടുക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്ന ദിക്ർ ഏത് ദിക്റാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ദുൽഹജ്ജ് മാസത്തിൽ കൂടുതൽ സ്മരിക്കുന്നത് ആരെയാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ വെല്ലുപ്പയാണ്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂൽ മിഅ്റാജ് രാത്രിയിൽ അതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊടുത്തയച്ചു മുത്തുനബിയുടെ കയ്യില്. ഏതാണ് ആ സമ്മാനമെന്നറിയോ ഉമ്മമാരെ? ഏതാണ് ആ സമ്മാനമെന്നറിയോ എന്റെ ഉപ്പമാരെ, സഹോദരിമാരെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്തുകൊണ്ടും ഈ ദുൽഖഅദ് മാസത്തിൽ നാം ചെല്ലേണ്ടതാണ്. നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ, നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കാൻ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. 20 പാപങ്ങൾ, അതോടൊപ്പം തന്നെ 20 നല്ല കാര്യങ്ങൾ, നല്ല ഹസനത്ത് അല്ലാഹു നമ്മൾക്ക് രേഖപ്പെടുത്തി തരുകയാണ്. മാത്രമല്ല സ്വർഗത്തിൽ നമ്മൾക്ക് ഒരു ചെടി അല്ലാഹു നടുകയാണ്. അത്രയും പവർഫുള്ളാണ് ഇബ്രാഹിം നബി നമ്മൾക്ക് കൊടുത്തയച്ച ദിക്ർ. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോ ഉമ്മമാരെ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 അല്ലാഹുവേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മേഖലകളിലും നിന്റെ കാവൽ നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ടെൻഷനുകൾ നീ അകറ്റണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിലിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് അല്ലാഹുവേ വരെ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചാണോ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നെങ്കിൽ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ.
ഈ മജ്ലിസ് കാരണം മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, ആക്സിഡന്റുകൾ, അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് നമ്മൾ ചെല്ലാൻ പറ്റിയ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് ചെല്ലുന്നത്. ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോളൂ, യാതൊരുവിധ മടിയും കൂടാതെ ചൊല്ലിക്കോളൂ. ഉമ്മമാരെ, സഹോദരിമാരെ, യാ സലാമു യാ അല്ലാ, 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 യാ സലാമു യാ അല്ലാ. അല്ലാഹുവേ, 33 പ്രാവശ്യം ഞങ്ങൾ യാ സലാമു യാ അല്ലാ ചൊല്ലിയിട്ടുണ്ട്. അല്ലാ, നിന്റെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട പേരാണല്ലോ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റ് പോലത്തെ ഷർറുകളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തോളണേ അല്ലാ, ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചെല്ലുന്നത്, എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ, മജ്ലിസിൽ പങ്കെടുത്തോളൂ. വേണമെങ്കിൽ നിങ്ങളെ മജ്ലിസിന്റെ മുമ്പിൽ കുറച്ച് വെള്ളം കൊടുന്ന് വെച്ച് നമ്മൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലി അതിൽ മന്ത്രി ചോദിക്കോളൂ. രോഗത്തിനത് കുടിച്ചോളൂ, അതേ ശരീരവേദനക്ക് ആ വെള്ളം നിങ്ങൾ കുടിച്ചോളൂ. കാരണം അത്രക്കും പവർഫുള്ളായ ദിക്റുകളാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമ്മൾ ചെല്ലുന്നത് 90 രോഗങ്ങൾക്ക് ശിഫയാണ്, ദാരിദ്ര്യത്തിന് ശിഫയാണെന്ന്, ദാരിദ്ര്യം മാറാൻ നല്ല ദിക്റാണെന്ന് മഹാനായ നബി പഠിപ്പിച്ചു തന്ന ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, 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 لا حول ولا قوة إلا بالله العلي العظيم, لا حول ولا قوة إلا بالله العلي العظيم, لا حول ولا قوة إلا بالله العلي العظيم, لا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ, പട്ടിണിയെ തൊട്ട് കാക്കണേ അല്ലാ, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സർവ്വ തിന്മകളിൽ നിന്നും, സർവ്വ അസൂയാലുക്കളിൽ നിന്നോ, സർവ്വ സിഹറിൽ നിന്നോ, കണ്ണേറിൽ നിന്നും രക്ഷ വേണ്ടേ ഉമ്മമാരെ. എത്രയോ ആളുകൾ നമ്മളെ മജ്ലിസിൽ സിഹർ, കണ്ണേറ്, പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട്
വസിയത്ത് ചെയ്തിട്ടുണ്ട്. ചൊല്ലിക്കോ, ആത്മാർത്ഥമായി ചൊല്ലിക്കോ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ. 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 അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ഈ ദിക്റിന്റെ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അസൂയാലുക്കളെ അസൂയകളെ തൊട്ട് കാക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ജിന്നുബാധയെ തൊട്ട് കാക്കണേ അല്ലാ. ശൈത്വാനിയത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. സഹായം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് നമ്മൾ ചൊല്ലുന്നത്. ആത്മാർത്ഥയോട് ചൊല്ലിക്കോളൂ ഉമ്മമാരെ. ഇത് ദുൽഹജ്ജ് മാസമാണ്. വളരെ പ്രധാനപ്പെട്ട മാസമാണ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. അതുകൊണ്ട് ചൊല്ലിക്കോളൂ. യാ വഹ്ഹാബു യാ റസ്സാഖ്, 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 യാ വഹ്ഹാബു യാ റസ്സാഖ്. ചൊല്ലൂ ചൊല്ലൂ ഉറക്കെ ചൊല്ലൂ. യാ വഹ്ഹാബു യാ റസ്സാഖ്, 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 യാ വഹ്ഹാബു യാ റസ്സാഖ് എന്ന നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ഓശാരമായി നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ നല്ല 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 ചിന്തിക്കുന്ന ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മനസ്സിൽ കരുതിയ ജോലി നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾക്ക് ക്യാഷ് കിട്ടാനുണ്ട്. അത് കൊടുക്കാനുള്ള മനസ്സ് കൊടുത്തവർക്ക് നൽകണേ അല്ലാ. വാങ്ങിയവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. യാ വഹ്ഹാബ് യാ റസ്സാഖ് എന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ കടങ്ങളൊക്കെ വീടാൻ, നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറാൻ നമ്മളൊരു ബൈത്ത് ചൊല്ലാൻ പോവുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ബൈത്താണ്. അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ
ما مضى يا واسع الكرم جل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അതിനോടൊപ്പം തന്നെ കടങ്ങൾ വീറാൻ വേണ്ടി ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك 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 قبول ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. കടങ്ങൾ കാരണം എത്രയോ ആളുകൾ ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടമെന്ന മുസീബത്ത് ഞങ്ങളെ ജീവിതത്തിൽ വരുത്തല്ല അല്ലാഹ്. കടം കാരണം എത്രയോ ആളുകൾ ദിവസങ്ങളോളമായി ഉറങ്ങിയിട്ട് റഹ്മാനെ. ലക്ഷങ്ങൾ കോടികൾ കടമുള്ള ആളുകളുണ്ട്, വീട് വരെ ജപ്തിയിലെത്തിയ ആളുകളുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്. അതൊക്കെ തിരിച്ചടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ ചെല്ലിയ ബൈത്തിന്റെ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ലോൺ എടുക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي آمين إلهي أنت مقصودي ورضاك مطلوبي آمين بريو اللهم قضي حاجاتنا يا قاضي الحاجات اللهم اقضي حاجاتنا يا قاضي الحاجات إن شاء الله നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളും പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അത് അല്ലാഹുവിന്റെ ഇസ്മാണ്. അതേതാണ് ഇസ്മെന്നറിയോ? യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ
قيوم يا حي يا 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 قيوم അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം എന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു നൽകണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. അതിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ വളരെ പവർഫുൾ ആയ പേരാണ്. പലർക്കും അത് പറ്റൂല, പക്ഷേ അത് വളരെ പവർഫുൾ ആണ്. അതേ ഇസ്മുൽ അഅ്ലം എന്ന് വരെ മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. ഏതാണ് ആ പേര് എന്നറിയോ? യാ അല്ലാഹു യാ അല്ലാഹ് 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 യാ അല്ലാഹു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഈ പവർഫുള്ളായ പേരിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ അംഗീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ ഇസ്മിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കുതിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ? പലരോടും നമ്മൾ ചെല്ലാൻ പറയാറുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ് 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 യാ ലത്തീഫു യാ അല്ലാഹ്
യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ്. അല്ലാഹുവേ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ജോലിയിലൊക്കെ സാലറിയിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. കച്ചവടത്തിലൊക്കെ നല്ല ലാഭം നൽകണേ അല്ലാഹ്. ബിസിനസ്സിലൊക്കെ നല്ല ലാഭം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ പോവുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹു അവനിക്ക് ഒന്നിന് 10 ജുസ് ഓതിയ പ്രതിഫലമാണ്, 2 ഇഖ്ലാസിന് 20 ജുസ് ഓതിയ പ്രതിഫലമാണ്, 3 ഇഖ്ലാസിന് ഖുർആൻ ഖത്തം തീർത്ത പ്രതിഫലമാണ്. മാത്രമല്ല ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ പാരായണം ചെയ്താൽ അല്ലാഹു അവന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതാണ്, സാമ്പത്തികമായ വർദ്ധനവ് നൽകുന്നതാണ്, ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ്, സ്വർഗ്ഗം നൽകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ ഞങ്ങളെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ധാരാളം ഓതി അല്ലാഹ് 3 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലമല്ലേ നൽകാമെന്ന് പറഞ്ഞത്. അല്ലാഹുവേ ഞങ്ങൾ 3-ൽ കൂടുതൽ ഓതിയിട്ടുണ്ട്. ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എത്രയോ മക്കളില്ലാത്ത ആളുകളുണ്ട്, അവർക്കൊക്കെ സാലിയായ മക്കളെ നൽകണേ അല്ലാഹ്. അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഈ ദുൽഹജ്ജ് മാസത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാകണം, നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല പുരോഗമനം ഉണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ ബിസ്മി ചൊല്ലാൻ പോവുകയാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 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 بسم الله الرحمن الرحيم. 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 കബൂൽ ചെയ്യണേ റഹ്മാനെ. ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാഹ്. വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല പുരോഗമനം നൽകണേ അല്ലാഹ്.
സന്തോഷം നൽകണേ അല്ലാ, സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അഭിമാനിക്കാൻ പറ്റുന്ന ഞങ്ങളെ മക്കളാക്കണേ റബ്ബേ, മക്കളാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അഫ്ളലു ദിക്ർ ചൊല്ലുകയാണ്. അത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ഓതി നമ്മൾ ദുആ ചെയ്യുകയാണ്. ക്ഷമയോടെ ഇരുന്നോ. നമ്മളെ മജ്ലിസിൽ പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിഷമങ്ങളൊക്കെ മാറും, മനസ്സിന് സമാധാനം അല്ലാഹ് നൽകുകയാണ്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 قبول ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ വിശ്വാസം നന്നാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. ഫാത്തിമിയ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി 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 اللهم صل على النور واهلي 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 جليم اللهم صل على النور واهلي 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, മുത്തുനബിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്, മുത്തുനബിയുടെ സ്നേഹം നൽകണേ അല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ദുൽഹജ്ജ് മാസത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ العليم استغفر الله 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 العليم استغفر الله
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ദറജ ഉയർത്തണേ റഹ്മാനെ, നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ തൗബ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇനി ഞങ്ങളെ മജ്ലിസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ, ഈമാനോടെ ചൊല്ലിക്കോളൂ. അത്തഹിയ്യാത്തിനിരിക്കുന്നത് പോലെ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് എല്ലാവരും ചൊല്ലുക. ഞാൻ ചൊല്ലിത്തരാം, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക വഅതവജ്ജഉ ഇലൈക വഅതളറഉ ഇലൈക ബിഅസ്മാഇകൽ ഹുസ്നാ. ആമീൻ. എല്ലാവരും ആമീൻ പറഞ്ഞാണി. ആമീൻ. ചൊല്ലിക്കൊള്ളിയും. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹ്ഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിലു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിലു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ശഹീദു യാ അല്ലാഹ് യാ ഹഖ്ഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ലാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്
യാ മാലികു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ ലാറു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ ബാരിദു യാ അല്ലാഹ് യാ റസീദു യാ അല്ലാഹ് യാ സബൂഹു യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്യുകയാണ്, ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനേ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഇത്രയും നേരം ഞങ്ങൾ ചൊല്ലിയത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, പ്രതിഫലം നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. അത്തരം വിപത്തുകളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. രോഗം ശിഫയാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. എത്രയോ കടക്കാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് കടങ്ങളുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് കടങ്ങളുള്ള ആളുകൾ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ, വീട് ജപ്തിയിലേക്ക് എത്തിയ ആളുകളുണ്ട്. കടമെന്ന മുസീബത്തിനെ തൊട്ടുകാക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇപ്പോഴും വാടക വീട്ടിലും ചാളപ്പരയിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്, നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനേ. ഒരുപാട് ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനേ. മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലാഹ്. ബുദ്ധി കൂർമ്മ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളെ ആക്കണേ അല്ലാഹ്. മക്കള് കാരണം ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഐക്യമുള്ള കുടുംബ ജീവിതമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകളൊക്കെ അകറ്റണേ അല്ലാഹ്. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ജിന്നുവാദ സിഹറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ മുത്തുനബിയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ ഹായിബാക്കി മടക്കല്ല അല്ലാഹ്, ഹായിബാക്കി മടക്കല്ല അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനേ. ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അവരുടെ ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഭാര്യ മക്കളെ കാക്കണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. നിന്റെ സംരക്ഷണത്തിലാക്കണേ റഹ്മാനെ. ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, അവരെ കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ അയൽവാസികളുണ്ട്, എല്ലാ നിലക്കും ഖൈർ നൽകണേ അല്ലാഹ്. ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. നിന്റെ സഹായം നൽകണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാഹ്.
നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. ഇബ്ലീസിന്റെ ശർനെ തൊട്ട് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പലർക്കും ഉമ്മായ ഉപ്പ എന്ന് വിളിക്കാനൊന്നും ആരുമില്ല, ഒക്കെ ഖബറിലാണ്. ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആര് ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. അല്ലലുകൾ അകറ്റി കൊടുക്കണേ അല്ലാ. ശാന്തിയും സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ ഏറ്റെടുക്കണേ അല്ലാ. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ശബ്ദം നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഒരുപാട് ആളുകൾ ഞങ്ങളെ മജ്ലിസ് കാരണം ഒരുപാട് കാര്യങ്ങൾ നിറവേറിയിട്ടുണ്ട്. മനസ്സിന് സമാധാനമുണ്ട്, റാഹത്തുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും മാറുന്നുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തുവോ അവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ നിലക്കും നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ലാ. കാത്തോളണേ റഹ്മാനേ. പൈശാചികമായ ചിന്നബാധയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ. ഒരുപാട് പ്രവാസികളുണ്ട്, അവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ റഹ്മാനെ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധുവായി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. നല്ല മനസ്സ് നൽകണേ അല്ലാ. അതുപോലെ തന്നെ നാടുകളിലും ഞങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പല വിഭിന്നമായ മേഖലകളിൽ കച്ചവടങ്ങളും തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. പാവപ്പെട്ട അടിയങ്ങൾ നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ. പറയും യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കാണാം.